കേരളം കഴിഞ്ഞ ദിവസം ഞെട്ടലോടെ കേട്ട ആ വടകര ലഹരി കേസിലെ അധ്യാപികമാർ അവർ വെറും അധ്യാപകരല്ല, നല്ല അസൽ സഖാക്കൾ കൂടിയാണ്. കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതങ്ങനെയല്ലേ വരൂ എന്നാണ്. പകൽ സമയം കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവേണ്ട അധ്യാപികമാർ, രാത്രിയായി കഴിഞ്ഞ അന്തർ സംസ്ഥാന ലഹരി മാഫിയയുടെ പ്രധാന വിതരണക്കാർ. ഇതിലും വലിയ വിപ്ലവം ഇനി വേറെ എന്താണ് വേണ്ടത്? ഈ ഒരു തണലിലിരുന്ന് പകൽ സമയത്ത് സ്കൂളിൽ ലഹരി വിരുദ്ധ സൂംബ ഡാൻസ് കളിച്ച് തകർക്കുകയും രാത്രിയായി കഴിഞ്ഞ കോടികളുടെ MDMA ഒക്കെ വിറ്റ് കൂട്ടുകാരെയും വിദ്യാർത്ഥികളെയും നശിപ്പിക്കുകയും ചെയ്യുക. കേവലം 12,000 രൂപ മാത്രം മാസശമ്പളമുള്ള താൽക്കാലിക അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷങ്ങളാണ്. ഇവരുടെ ഏജന്റായ ഡെലിവറി ബോയിയുടെ അക്കൗണ്ടിൽ വന്ന് മറഞ്ഞത് 1 കോടിയിലധികം രൂപയുമാണ്. കേരളത്തെ ഞെട്ടിച്ച സഖാവ് ടീച്ചർമാരുടെ ലഹരി സിൻഡിക്കേറ്റിന്റെ നാൾവഴികളും ഇതിന് കുടപിടിക്കുന്ന ഭരണകൂട നാടകങ്ങളും ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ വിശകലനത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് പേരാമ്പ്രയിലെ ആ സംഭവം കൃത്യമായ ഡാറ്റകളോടെ ഒന്ന് പരിശോധിക്കാം. വടകരയിൽ ഓട്ടോ ഡ്രൈവറായ സഫ്വാൻ എന്നയാളെ 2.5 ഗ്രാം MDMAയുമായി പോലീസ് പിടിച്ചു. സാധാരണ ഒരു കുഞ്ഞു ലഹരി കേസ് എന്ന് കരുതി ചോദ്യം ചെയ്ത് പോലീസിന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ ലഹരി നൽകിയത് വടകരയിലെ അധ്യാപികരാണ്. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാരായ 3 പേർ. 1 KC കീർത്തന, മരുതോങ്കര സ്വദേശിനിയാണ്. 2 K കാവ്യ, കൂരാച്ചുണ്ട് സ്വദേശിനി. 3 PV നീഷ്മ, ആവളക്കുട്ടോത്ത് സ്വദേശിനിയാണ്. ആദ്യം പോലീസ് ഇത് വിശ്വസിച്ചില്ല. എന്നാൽ ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളും ഫോൺ രേഖകളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിന്റെ കിളി പാറി. പകൽ സമയം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കും, ഇടവേളകളിൽ തളർന്നുറങ്ങും. അപ്പോൾ ആരും സംശയിക്കില്ല, സഹപ്രവർത്തകരൊക്കെ വിചാരിച്ചെങ്കിൽ എന്താണ്, പാവങ്ങൾ ജോലിഭാരം കൊണ്ട് ഉറങ്ങുന്നതാണെന്ന്. എന്നാൽ അത് MDMA ലഹരിയുടെ തലക്കനം കൊണ്ടാണെന്ന പോലീസ് അന്വേഷണത്തിലാണ് പിന്നീട് പുറത്തു വന്നത്. കേവലം 12,000 രൂപ ശമ്പളമുള്ള ഈ അധ്യാപികമാരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് IPSും വടകര IPS ഓഫീസറായ മെറിൻ ജോസഫും അമ്പരന്നുപോയി. ഈ അധ്യാപികമാരുടെ പ്രധാന ഡെലിവറി ബോയ് ആയിരുന്ന ഈ വ്യക്തി, ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം നടന്നത് 1 കോടിയിലധികം രൂപയുടെ ഇടപാടാണ്. ഈ കീർത്തനയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ 14 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. കാവ്യയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ 9 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി റാക്കറ്റുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പ്രവർത്തനം. ആദ്യം സ്വയം ഉപയോഗിച്ച അടിമകളായി, പിന്നീട് കൂടുതൽ പണത്തോടുള്ള ആർത്തി മൂലം ഇവർ ഈ മൊത്ത വിതരണക്കാരായി വളർന്നു. അധ്യാപകരായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കോ പോലീസിനോ ഒന്നും സംശയം തോന്നില്ലല്ലോ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴി വിൽപ്പനക്കാരുമായി ബന്ധപ്പെടും, ഓർഡറുകൾ എടുക്കും, പണം ഡിജിറ്റലായി വാങ്ങും, ഡെലിവറി ഏജന്റുമാർ വഴി സാധനം എത്തിക്കും. പക്ക പ്രൊഫഷണൽ രീതിയാണ്. ഇതിനു പുറമെ ഉള്ളിയേരി മുടക്കല്ലൂരിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും എക്സൈസ് പിടികൂടിയ 11.88 ഗ്രാം MDMA കേസിലും അറസ്റ്റിലായ ലഹരിക്കടത്ത് സംഘത്തിന്റെ ഡയറിയിലും ഈ അധ്യാപികമാരുടെ പേരും നമ്പറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കൊന്ന് വരാം. കേസിലെ 3ാം പ്രതിയായ K കാവ്യയും PV നീഷ്മയും CPMന്റെ അധ്യാപക സംഘടനയായ KSTA തണലിൽ പ്രവർത്തിക്കുന്ന KRTA അഥവാ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റിന്റെ സജീവ ഭാരവാഹികളാണ്. എന്തൊരു കൃത്യതയാണല്ലേ! LDFന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ ഒരേ മേഖലയിലെ സ്കൂളുകളിൽ തുടർച്ചയായി താൽക്കാലിക ജോലിയൊക്കെ കൈക്കലാക്കിയത്. അവിടുന്ന് കേന്ദ്രീകരിച്ച് ലഹരി സിൻഡിക്കേറ്റ് വളർത്തിയെടുത്തു. പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടന്ന പോലീസും വരില്ല, എക്സൈസും വരില്ല. ആ ഉറപ്പുള്ളപ്പോൾ പിന്നെ ധൈര്യമായി ലഹരി വിൽക്കാമല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് കേരളത്തിനുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഴിമതിയോ സാമ്പത്തിക തകർച്ചയോ മാത്രമല്ല, ഈ നാടിന്റെ യുവതലമുറയെ ആകെ ലഹരിക്ക് പണയം വെച്ചു എന്നതാണ്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വെറും ഫണ്ട് തട്ടാനുള്ള നാടകങ്ങളായി മാറിയിരുന്നു. DYFIയും SFIയും തെരുവ് നാടകവും സുംബ ഡാൻസും സംഘടിപ്പിച്ച് വാർത്തകളിൽ നിറയുമ്പോൾ മറുവശത്ത് ഇവരുടെ തന്നെ നേതാക്കളും അണികളും ക്യാമ്പസുകളിലും തെരുവുകളിലും ലഹരിയുടെ മൊത്ത കച്ചവടക്കാരായി മാറുന്നു. പാർട്ടി സഖാക്കൾക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴിയായി ലഹരി കച്ചവടം മാറി. ചോദിക്കാൻ ആളില്ല, സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്. അപ്പൊ പിന്നെ 12,000 രൂപ ശമ്പളമുള്ള ടീച്ചർമാർ ആഡംബര കാറിൽ കറങ്ങി നടന്ന് MDMA വിറ്റിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സഖാവ് ടീച്ചർമാരുടെ കഥ ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ വീടുകളിൽ നടക്കുന്ന മറ്റൊരു ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വരാം. മാനന്തവാടിയിൽ നടന്നൊരു സംഭവം കേൾക്കാം.
കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് സ്വന്തം മുറിയിൽ ഉറങ്ങാൻ പോയ 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. രക്ഷിതാക്കൾ സുഖമായി ഉറങ്ങി. എന്നാൽ അർദ്ധരാത്രി 1:30 വീട്ടുകാരുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു, നിങ്ങളുടെ മകൾക്ക് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന്. ഞെട്ടി ഉണർന്ന മാതാപിതാക്കൾ നോക്കുമ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയാണ്. ചായ കുടിക്കാൻ പോകാമെന്നും പറഞ്ഞ് പെൺസുഹൃത്തും സംഘവും ചേർന്ന് അർദ്ധരാത്രിയിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നിർബന്ധിച്ച് മദ്യവും സിഗരറ്റും ലഹരിയും ഒക്കെ നൽകി. ഒടുവിൽ അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ച് കിടക്കുമ്പോഴാണ് മാതാപിതാക്കൾ മോള് വീട്ടിലില്ല എന്ന വിഷയം അറിയുന്നത്. 19-കാരി ജനീലിയ, 23-കാരൻ അജിത്ത്, റോബിൻ, അമൽകൃഷ്ണ, ജിതിൻ, അജിത് കുമാർ, ഇങ്ങനെ 6 പേരാണ് ഈ കേസിൽ പിടിയിലായത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഇത് മാനന്തവാടിയിൽ മാത്രം നടന്നതാണെന്ന്. എന്നാൽ അല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി 10 മണിക്ക് മുറിയിൽ കയറി വാതിലടയ്ക്കുന്ന നമ്മുടെ മക്കൾ രാത്രി 1 മണിക്ക് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ കൂട്ടുകാരുടെ ബൈക്കിലും കാറിലും കയറി നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പോകുന്നുണ്ട്. പുലർച്ചെ 4 മണിക്ക് മുമ്പാണ് അവർ തിരിച്ചെത്തുക. അപ്പോൾ വീട്ടുകാർ അറിയില്ലല്ലോ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയുന്നത്. അപകടത്തിൽപ്പെടാതെ എത്രയോ 1000 കുട്ടികൾ ദിവസവും പാതിരാത്രിയിൽ ലഹരിയും നുണഞ്ഞുകൊണ്ട് തെരുവിൽ അലയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മാധ്യമങ്ങളും ജനങ്ങളും ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നതും അതുപോലെ പോലീസിന് ഇതിൽ അനങ്ങേണ്ടി വരുന്നതും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ലഹരി വിരുദ്ധ ദൗത്യങ്ങളുടെ ലേറ്റസ്റ്റ് കണക്കുകൾ പുറത്തു വരുന്നത്. തൂഫാൻ എന്തായാലും വളരെ സക്സസ്ഫുള്ളായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കേവലം 2 മാസത്തിനുള്ളിൽ 10,000-ഓളം പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായത്. 5,500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അതിഥി തൊഴിലാളികളുടെ മറവിൽ നടന്നിരുന്ന വൻ ലഹരി അധോലോക ശൃംഖലയെ തന്നെ പോലീസ് പ്രത്യേക ദൗത്യത്തിലൂടെ വിറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതാനും ചില്ലറക്കാരെയും അക്കൗണ്ട് ഉടമകളെയും അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ലഹരി നിലയ്ക്കുമോ? ബാംഗ്ലൂരിലും മംഗളൂരുവിലും രാഷ്ട്രീയ ഭരണസിരാ കേന്ദ്രങ്ങളിലും സുരക്ഷിതമായിരിക്കുന്ന യഥാർത്ഥ തിമിംഗലങ്ങളെ പിടികൂടാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അതാണ് നമുക്കുള്ള ചോദ്യം. എങ്കിൽ മാത്രമല്ലേ നമുക്കിതിനൊരു പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.